ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽമാലാഖയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണ ആരോപണങ്ങളെ കേവലം ഒരു പത്രക്കുറിപ്പിലൂടെ തള്ളിക്കളയുമ്പോൾ ഉയരുന്നത് ഗൗരവമേറിയ ചില ചോദ്യങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഒരു വാചകത്തിൽ ഒതുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൗകര്യപൂർവ്വം മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ കാർന്നു തിന്നുന്ന ഗുരുതരമായ സംശയങ്ങളെയാണ്. കമ്മീഷന്റെ ഈ നിസ്സംഗമായ പ്രതികരണം ആരോപണങ്ങളെക്കാൾ ഭയാനകമായ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളകുമ്പോൾ അതിന്റെ കാവൽക്കാർ തന്നെ ഉറക്കം അഭിനയിക്കുകയാണോ? രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വെറുമൊരു രാഷ്ട്രീയ ആരോപണമല്ല. കർണാടകയിലെ അലന്ത്, മഹാരാഷ്ട്രയിലെ രാജുര തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ നടന്ന കൃത്രിമങ്ങളെക്കുറിച്ച് കൃത്യമായ ഡാറ്റയും ഉദാഹരണങ്ങളും നിരത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. ആയിരക്കണക്കിന് വോട്ടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ, ദളിത്, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കോൺഗ്രസ് അനുകൂലികളുടെ വോട്ടുകൾ വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഇത് യാദൃച്ഛികമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു കേന്ദ്രീകൃത ഓപ്പറേഷൻ ആണെന്ന് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം വാദിക്കുന്നു. ഒരാൾ പോലും അറിയാതെ അയാളുടെ പേരിൽ ലോഗിൻ ഉണ്ടാക്കി മറ്റൊരാളുടെ വോട്ട് നീക്കം ചെയ്യുന്ന പ്രക്രിയ ബൂത്ത് തല ഉദ്യോഗസ്ഥയുടെ ബന്ധുവിന്റെ വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ യാദൃശ്ചികമായി പിടിക്കപ്പെട്ടതിന്റെ കഥ രാഹുൽ വിവരിക്കുന്നുണ്ട്. അത് ഏതൊരു ഇന്ത്യൻ പൗരനെയും ഞെട്ടിക്കുന്നതാണ്. കർണാടകയ്ക്ക് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഈ കൃത്രിമം നടത്തിയെന്ന കണ്ടെത്തൽ. ഇതൊരു പ്രാദേശികമായ കളിയല്ല, മറിച്ച് ദേശീയ തലത്തിൽ വേരുകളുള്ള ഒരു വലിയ ഗൂഢാലോചനയാണെന്ന സംശയം ബലപ്പെടുത്തുന്നു. ഇത്രയും ഗൗരവമേറിയ തെളിവുകൾ നിരത്തിയുള്ള ഒരു ആരോപണത്തോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത് എങ്ങനെയാണ്? ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഓൺലൈനായി ആർക്കും വോട്ട് നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ബലിശമായ ന്യായീകരണങ്ങളുമായി എക്സിൽ ഒരു കുറിപ്പ്. എന്നാൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ നിർണായക ചോദ്യങ്ങൾക്ക് മുന്നിൽ കമ്മീഷൻ കുറ്റകരമായ മൗനം പാലിക്കുന്നു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമം നടന്നു എന്ന് പരസ്യമായ തെളിവുകൾ സഹിതം ആരോപിക്കുന്നു. ഈ ആരോപണം വ്യാജമാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു കള്ളപ്രചാരണമാണ്. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അതിനു മുതിരുന്നില്ല? കള്ളം പറയുന്ന ഒരാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള ധൈര്യം കമ്മീഷനില്ലേ? അതോ ആരോപണങ്ങളിൽ സത്യമുണ്ടെന്ന് അവർ ഭയക്കുന്നുണ്ടോ? കർണാടക പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ 18 മാസത്തിനിടെ 18 തവണ വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഞെട്ടിക്കുന്നതാണ്. ഒരു സംസ്ഥാനത്തെ ഔദ്യോഗിക അന്വേഷണ ഏജൻസിയോട് പോലും സഹകരിക്കാൻ തയ്യാറാകാത്ത കമ്മീഷൻ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? സുതാര്യതയാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെങ്കിൽ ഈ ഇരുട്ടുകളിയിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയല്ലേ ചെയ്യുന്നത്? അലന്തിലെ വോട്ട് നീക്കം ചെയ്യലിനെ കുറിച്ച് ഒരു ദുർബലമായ വിശദീകരണം നൽകാൻ ശ്രമിച്ച കമ്മീഷൻ മഹാരാഷ്ട്രയിലെ രാജുരയിൽ 6850 വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർത്തുവെന്ന ആരോപണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ തലവൻ ജ്ഞാനേഷ് കുമാറിനെതിരെ രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടുമ്പോൾ അത് കേവലം ഒരു വ്യക്തിക്കെതിരായ ആരോപണമല്ല. ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നിയമിതരായ ഉദ്യോഗസ്ഥർ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തലപ്പത്തെത്തുമ്പോൾ സംഭവിക്കാവുന്ന ദുരന്തത്തിന്റെ സൂചനയാണത്. ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ജ്ഞാനേഷ് കുമാർ ചെയ്യുന്നതെന്ന ആരോപണം കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതുമാണ്. മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പോലും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കമ്മീഷൻ കുലുങ്ങുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്തോ മറയ്ക്കാനുണ്ട് എന്ന് തന്നെയാണ്. ഒരു വശത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അദൃശ്യ ശക്തി, മറുവശത്ത് അതിനെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ഒരു ഭരണഘടനാ സ്ഥാപനം. ഇതിനിടയിൽ ഞെരിഞ്ഞ മരുന്നത് 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളും വിശ്വാസവുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം ഓർക്കണം: നിങ്ങൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന, ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ്. രാഹുൽ ഗാന്ധി ഒരു നുണയനാണെങ്കിൽ അദ്ദേഹത്തെ നിയമപരമായി നേരിടാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. അതല്ല, അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ആ കള്ളക്കളിയുടെ വേരൊറുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ഒഴുക്കൻ മറുപടിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. കാരണം വോട്ട് പെട്ടിയിൽ കൃത്രിമം കാണിക്കുന്നതിനേക്കാൾ വലിയ മോഷണം ജനങ്ങളുടെ വിശ്വാസം മോഷ്ടിക്കുന്നതാണ്. ആ മോഷണത്തിന് കൂട്ടുനിൽക്കുകയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ചോദ്യമാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും സ്വയം ചോദിക്കുന്നത്.